നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അച്ഛനും ഏട്ടനും കൂടി എന്റെ കുഞ്ഞിനെ കളിയാക്കാണോ? ഇവള് പറയുവാ ഇവക്ക് ഏതെങ്കിലും IT കമ്പനിയിൽ ജോലി വേണോ? ആഹാ, അതും നമ്മൾ തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞപ്പോ ദേ ഇങ്ങനെ ഇരിക്കുന്ന. ഏട്ടത്തി, ഓ എന്റെ സ്വപ്നങ്ങളെ കുറിച്ച് കേട്ടത്തിക്ക് അറിയാലോ. അത് ഇവരെ കൂടെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാവോ? ഇപ്പൊ എന്താ പ്രശ്നം? ഒരു റീൽസ് കണ്ട് ഞാനൊന്ന് ചിരിച്ചുപോയി. അപ്പൊ തന്നെ അച്ഛൻ എന്നെ വിവാഹം കഴിപ്പിക്കണമെന്ന്. എനിക്കിപ്പോ അതൊന്നും വേണ്ട. അച്ഛനെ നന്ദേണ്ണയൊക്കെ ഞാൻ നിന്റെ സ്വപ്നങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ഇപ്പൊ എന്തായാലും ഇവളെ പിടിച്ച് കെട്ടിക്കേണ്ട നന്ദേട്ടാ. അർച്ചന പറഞ്ഞതുകൊണ്ട് തൽക്കാലം നീ രക്ഷപ്പെട്ടു കേട്ടോ. താങ്ക്സ് ഏട്ടത്തി. ഈ നന്ദേട്ട കാര്യം. അച്ഛാ, നാളെ ഹോസ്പിറ്റലിലെ ചെക്കപ്പിന് പോകേണ്ട ദിവസാ, മറക്കണ്ട. ആ, ഓർമ്മയുണ്ട് മോളെ. അയ്യോ അയ്യോ ഏട്ടത്തി, എന്താ പറ്റിയേ? വന്നേ, അവിടെ ഇരിക്കും. ഇരുന്നു. അർച്ചന, എന്തു പറ്റി അർച്ചന? എന്താ എടുത്തി? എന്തു പറ്റിയതാ? അറിയില്ല സച്ചി. എന്താന്നറിയില്ല, പെട്ടെന്നൊരു അസ്വസ്ഥത പോലെ. സച്ചി, നീ വേഗം അർച്ചനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. ഞാൻ കൂടെ വരാടാ. ഹോസ്പിറ്റലിൽ എന്തിനാ പോകുന്നത്? അപ്പൊ ആർക്കും ഒന്നും മനസ്സിലായില്ലേ? കൺഗ്രാറ്റ്സ് ചേട്ടാ. നിങ്ങൾ എല്ലാരും ഇങ്ങനെ സംശയിച്ച് നോക്കണ്ട. അർച്ചനയെടുത്ത് ഗർഭിണിയാണെന്ന് എനിക്ക് തോന്നുന്നേ. തോന്നുന്നതല്ല, അങ്ങനെ തന്നെയാ. ഗർഭിണിയായതിന്റെ ആദ്യത്തെ ലക്ഷണമല്ലേ ഇത്? സച്ചി, നീ വേഗം സന്ധ്യയെ വിളിച്ചിങ്ങോട്ടൊന്ന് വരാൻ പറ. ഈശ്വരൻ എന്റെ പ്രാർത്ഥന കേട്ടു എന്നാ തോന്നുന്നേ. അമ്മയാകാൻ പോകുന്നതിന്റെ പുന്നാരേട്ടത്തിക്ക് എന്റെ എല്ലാവിധ ആശംസകളും. എന്താ ചേച്ചി, നിനക്കെന്താ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ? പിന്നെ ഞാൻ എന്ത് ചെയ്യണം? കൊല്ലാൻ ഷേക്ക് അടിച്ചു കൊടുത്തിട്ട് അവള് മരിച്ചതുമില്ല, ഒന്നും സംഭവിച്ചതുമില്ല. അവൾ അതിന്ന് കുറച്ചെന്തോ എടുത്ത് കുടിച്ചു കാണും. അതിപ്പോ വോമിറ്റ് ചെയ്ത് കളയുകയും ചെയ്തു. അതിന് നീ അവള് ഗർഭിണിയാണ്. സന്ധ്യ ഡോക്ടർ ഇപ്പൊ വരാന്ന് പറഞ്ഞു. അത് നീ അവള് ഗർഭിണിയാണെന്ന് പറഞ്ഞു എന്തിനാ? അവള് ഗർഭിണിയാവില്ലെന്ന് നിനക്കറിയില്ലേ? അതുകൊണ്ടാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് വലുതും ചെയ്തു നോക്കുമ്പോ വിഷാംശം വലുതും ദേഹത്തുണ്ടെന്നറിഞ്ഞ അവിടെ തീരുമല്ല. എനിക്കപ്പോ പെട്ടെന്ന് തോന്നിയ ബുദ്ധിയാ. പക്ഷെ ഇവിടെ ഉള്ളവരുടെ ഇപ്പോൾ ഉള്ള സന്തോഷം കാണുമ്പോ ആ പറഞ്ഞതൊരു അനുഗ്രഹമായ മട്ട. എന്റെ കുഞ്ഞു ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. ഞാനത് പറയാം. പക്ഷേ വർക്ക്ഔട്ട് ചെയ്യേണ്ടത് ചേച്ചിയാ. അതിനാദ്യം സന്ധ്യ ഇവിടെ വരണം. വരട്ടെ.
ആ മോളെ. ഹലോ അമ്മേ, ഞാനൊരു സന്തോഷ വാർത്ത പറയാനാ വിളിച്ചെ. എന്താടി നെല്ലിശ്ശേരി വീട്ടിൽ ഒരു വിശേഷം. വിശേഷോ? എന്ത് വിശേഷം? ആ, അർച്ചനയുടെ വിശേഷം. അർച്ചനയ്ക്ക് വിശേഷമുള്ള മട്ട. സന്ധ്യ ഡോക്ടർ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ വരും. സന്ധ്യ ഡോക്ടർ വന്നൊന്ന് ചെക്ക് ചെയ്യേണ്ട താമസേ ഉള്ളൂ. ഇരട്ടി സന്തോഷത്തോടൊപ്പം കുറച്ച് പൈസയും കൂടി കരുതി വെച്ചോണം. നമ്മുടെ 2 കുട്ടികളും ഒരുമിച്ച് ഒരു വീട്ടില് ഗർഭിണിയായിരിക്ക. ആ അമ്മേ, ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞ് വിളിക്കാം. ഡോക്ടർ വരാൻ സമയമായി. നമ്മുടെ അർച്ചന ഗർഭിണിയാണെന്ന് പറയുന്നത് എനിക്ക് നേരിട്ട് കേൾക്കണം. ഞാൻ വെക്കുവാണേ. എന്താ കമലേ? എന്താ കമലേ? മീര ഇപ്പൊ വിളിച്ചിരുന്നു. അവിടെ എന്താ വിശേഷം? ഒരു വിശേഷം പറയാൻ വേണ്ടി അവള് വിളിച്ചത്. അച്ചുമൊക്കെ വിശേഷമായോന്നൊരു സംശയം. സന്ധ്യ ഡോക്ടറിനെ വിളിച്ചിട്ടുണ്ട്, ഇപ്പൊ വരുമെന്ന്. അതെങ്ങനെ കമലേ? കാര്യങ്ങളെല്ലാം സന്ധ്യ ഡോക്ടർക്ക് അറിയാവുന്നല്ലേ? പറയാൻ പറ്റില്ലല്ലോ പക്ഷേ, ചിലപ്പോ ഉള്ളതാണെങ്കിലോ? നെല്ലിശ്ശേരിയിലുള്ളവരും ബാക്കിയുള്ള ആൾക്കാരും അങ്ങനെ സംശയിക്കുന്നതിൽ തെറ്റ് പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാം അറിയാന്ന് നീ ഇങ്ങനെ പറയുന്നത് എന്തിനാ കമലേ? ഗുളികയ്ക്ക് മരുന്നിന് സാധിക്കാത്ത കാര്യം ഈശ്വരന് ചിലപ്പോ സാധിക്കില്ല പക്ഷെ ചിലപ്പോ നമ്മുടെ പ്രാർത്ഥന ഈശ്വരൻ കേട്ടെങ്കിലും. അല്ലെങ്കിൽ അർച്ചന ഗർഭിണിയാന്ന് വിളിച്ച് പറയുമ്പോ സന്ധ്യ ഡോക്ടർ ചെല്ലാമെന്ന് പറയുമായിരുന്നു. ഇതെനിക്ക് തോന്നുന്നത് അച്ഛമ്മക്ക് നിഷേധിക്കപ്പെട്ട ആ ഭാഗ്യം ഈശ്വരൻ അവൾക്ക് കൊടുത്തു തന്നെ മാഷെ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.